आचम्य ओम केशवाय स्वाहा ओम आचम्य കർശനമായ സുരക്ഷയായിരുന്നു പുട്ടപർത്തിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായപ്പോൾ തന്നെ സുരക്ഷയായിരുന്നു. ഇപ്പോൾ എന്തായാലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു ഇന്നലെ വരെ. ഇപ്പോൾ എന്തായാലും അവിടേക്ക് സത്യസായി ബാബയുടെ അനുയായികൾക്ക് തൽക്കാലം പ്രവേശനമില്ല. ഈ സമാധി ഇരുത്തൽ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അവർക്ക് സമാധി സന്ദർശിക്കാനുള്ള അവസരമൊരുക്കുക. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ബിജു, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ പ്രത്യേക പൂജാതി കർമ്മങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുവും അതുപോലെ സത്യസായി സ്ഥാപനങ്ങളെയും അദ്ദേഹത്തിന്റെ വസ്തുക്കളെയും ഒക്കെ നിയന്ത്രിക്കുന്ന സത്യസായി സെൻട്രൽ ട്രസ്റ്റിന്റെ അംഗവും അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനുമായ രത്നാകർ ആണ് അദ്ദേഹത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത്. പതിനെട്ട് വേദപണ്ഡിതരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സത്യസായി ബാബയ്ക്ക് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനായ രത്നാകറാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. സത്യസായി സെൻട്രൽ ട്രസ്റ്റ് ബോർഡിലെ സത്യസായി ബാബയുടെ ഏക ബന്ധു കൂടിയാണ് രത്നാകർ. അനേക അവതാര പുരുഷാനാം സിദ്ധ പുരുഷാനാം പന്ഥാനം ആശ്രിത്യ ഖനന അധികാര സിദ്ധ്യർത്ഥം ഇന്ന് രാവിലെ 6 മണിയോടെ പ്രത്യേക ഭജനയോടെയാണ് സത്യസായി ബാബയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത്. അതിനുശേഷം ലോകത്തിലെ വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് 5 പുരോഹിതരുടെ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. അതിനുശേഷമാണ് പൊതുദർശനത്തിന് വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്കായി പുൽവൻ ഹാളിലെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നത്. പതിനെട്ട് വേദപണ്ഡിതരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമാധിയിരുത്തൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. കുൽവന്ത് ഹാളിലെ മണ്ഡപത്തിൽ സത്യസായി ബാബ ഭക്തരെ കണ്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് സത്യസായി ബാബയ്ക്ക് സമാധി ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രനായ രത്നാകരനാണ് ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കുന്നത്. 10 മണിക്കുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും എന്നാണ് അറിയുന്നത്. നേരത്തെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയിരുന്നു സത്യസായി ബാബയുടെ അദ്ദേഹത്തിൽ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷമാണിപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്.
12 മണിക്ക് ശേഷം ഇന്നലെ 12 മണിക്ക് ശേഷം സത്യസായി ബാബയുടെ അനുയായികൾക്ക് അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയവർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ഇന്ന് 10 മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സമാധി കാണാനുള്ള അവസരമാണ് ഇനി തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ശിഷ്യർക്കും ഉണ്ടാവുക. मार्जनपूर्वक प्राणोत्क्रमण दोष परिहारार्थम उत्क्रांति गोदान पूर्वक गोदानादि दशदानि आचरणे सति श्री स्वामिनः पार्थिवदेहस्य अनेक अवतार पुरुषाणां संस्थानमाश्रित्य अस्मिन् चित्रावती तीर प्रसिद्ध पुट्टपत्ति प्रशान्तिनिलय पुण्यक्षेत्रे खननाधिकार सिद्धिं अनुगृह्णीमः. 18 പൂജാരിമാർ കൂടാതെ ലോകമതങ്ങളെ പ്രതിനിധീകരിച്ച് 5 പുരോഹിതരും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. परिषदुपदिष्ट विधानेन श्री स्वामिनः देहस्य मातृगर्भवसित्वात् सम्भवति सर्वदोष निवारणार्थं पञ्चगव्याय महा पवित्रद्रव्यैः मार्जनादिकं करिष्ये. ముందుగా గోమూత్రం ఇవ్వండి. గోమూత్రం ఇవ్వండి. స్వామి ఇది తీసుకుని పాదాది శరపర్యంతము స్వామి వారికి మార్జనం చేయాలి. ఓం భూర్భువస్సువః ఓం తత్సవితుర్వరేణ్యం భర్గో దేవస్య ధీమహి పార్థివదేహస్య భగవాన్ శ్రీ సత్యసాయి పరబ్రహ్మణ గోఘృతద్రవ్యేణ సమ్మార్జనం సమర్పయామి. తదో కుశోదక సమ్మార్జనం కరిష్యే. ఓం దేవస్య కుశోదకద్రవ్యేణ శ్రీ స్వామినః పార్థివదేహస్య సమ్మార్జనం సమర్పయామి. ఆ తర్వాత భారతదేశంలోని అనేక నదీ నద జలాలు ఇక్కడికి వచ్చున్నాయి. ఆ నదీ నద జలాలన్నీ కలసలో వేసుకున్నాం. ఆ జలాలన్నీ కూడా ప్రత్యేకమైనటువంటి పంచానువాకములు, సాంఖ్యభౌతిక దేహము, భూమి, నీరు, గాలి, అగ్ని, ఆకాశము అనే పంచభూతాలతో నిర్మించబడిన ఈ పాంచభౌతిక దేహ శుద్ధి కొరకు పంచానువాకములు పఠిస్తూ ఆ దేహాన్ని శుద్ధి చేస్తున్నాము. ఇవి భారతదేశంలో ప్రవహించే
കിഴക്കൻ ഗോദാവരിയിൽ നിന്നുള്ള 18 പൂജാരിമാരാണ് അദ്ദേഹത്തിൻ്റെ സമാധിയിരുത്തൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹൈന്ദവ ആചാരപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ സമാധിയിരുത്തൽ ചടങ്ങുകൾ നടക്കുന്നത്. അതേസമയം എല്ലാ മതങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പുരോഹിതന്മാരും ഒപ്പം തന്നെ സർവ്വമത പ്രാർത്ഥനയും ഒക്കെ അവിടെ സമാന്തരമായി നടക്കുന്നുണ്ട്. 9 അടി ആഴത്തിലും 6 അടി നീളത്തിലും 3 അടി വീതിയിലുമുള്ള സമാധി അറയിലാണ് സത്യസായി ബാബയെ സമാധിയിരുത്തുക. സത്യസായി ബാബയുടെ ഭൗതിക ശരീരത്തോടൊപ്പം നവധാന്യങ്ങളും നവരത്നങ്ങളും ഒപ്പം കൃഷ്ണ, ഗോദാവരി, കാവേരി, സരസ്വതി നദികളിൽ നിന്നെത്തിച്ച ജലവും മണലും നിറയ്ക്കും. ഇപ്പോൾ സമാധി ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 1000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഉള്ളത്. മറ്റ് അദ്ദേഹത്തിൻ്റെ ഭക്തരോടും അനുയായികളോടും തൽക്കാലം കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർശനമായ നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമാധിയിരുത്തലിന് ശേഷം ഏതാണ്ട് 2 ആഴ്ചക്കകം തന്നെ അവിടെ സ്മൃതി മണ്ഡപം നിർമ്മിച്ച് സത്യസായി ബാബയുടെ ഭക്തർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ട അവസരമൊരുക്കാനാണ് സത്യസായി ട്രസ്റ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം സത്യസായി ബാബയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ കൂടുതൽ അനുയായികളെ അനുവദിച്ചിരുന്നില്ല. ബിജു പങ്കജ് നമ്മോടൊപ്പം പുട്ടപർത്തിയിൽ നിന്ന് ചേരുന്നു. ബിജു, എത്ര സമയം നീണ്ടു നിൽക്കും ഈ സമാധിയിരുത്തൽ ചടങ്ങുകൾ? 10 മണിക്കുള്ളിൽ സമാധി ഇരുത്തൽ ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എത്ര സമയം വേണം, അദ്ദേഹം സമയത്ത് നടക്കണമെന്നത് സംബന്ധിച്ച് ജ്യോതിഷകരുടെയും മറ്റും അഭിപ്രായം തേടിയ ശേഷമാണ് സത്യസായി സെൻട്രൽ ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ സംസ്കാര സമയം നിശ്ചയിച്ചത്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പൂജാതികർമ്മങ്ങൾ നടക്കുന്നത്. 8:30 മുതൽ 10 വരെയുള്ള സമയത്ത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നാണ് സെൻട്രൽ ട്രസ്റ്റ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുട്ടപർത്തിയിലെ പ്രസാദിനേരി പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ സത്യസായി ബാബയുടെ സഹോദരൻ RV ജാനകിറാമിന്റെ പുത്രനായ RJ രത്നാകറാണ് ഇപ്പോൾ സത്യസായി ബാബയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത്. സത്യസായി സെൻട്രൽ ട്രസ്റ്റിലെ അംഗം കൂടിയാണ് രത്നാകർ. അദ്ദേഹം പുട്ടപർത്തിലെയും അതുപോലെ അനന്തപൂരിലെയും അറിയപ്പെടുന്ന ഒരു വ്യവസായി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യർക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മാത്രമാണ് ഈ മണ്ഡപത്തിലേക്ക് പ്രവേശനമുള്ളത്. ഏതാണ്ട് 600ഓളം പേർക്ക് മാത്രമാണ് പ്രവേശനം നിശ്ചയിച്ചതെങ്കിലും ഇന്നലെ രാത്രി തന്നെ നിരവധി വിശ്വാസികൾ ശാന്തി നിലയത്തിനുള്ളിലേക്ക് കയറിയിരുന്നു. അവരെ ഇന്നും പുറത്തേക്ക് നീക്കാനായി പോലീസിനും അതുപോലെ ദ്രുതകർമ്മ സേനയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇന്നലെ രാത്രി പ്രശാന്ത നിലയത്തിലെത്തിയവരാണ് ഇപ്പോൾ ഈ പുൽവൻ ഹാളിൽ ഇരിക്കുന്നത്. സത്യസായി ബാബ വിശ്വാസികൾക്ക് ദർശനം നൽകിയിരുന്ന പുൽവൻ ഹാളിലെ മണ്ഡപത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളും നടക്കുന്നത്. ഇവിടെ തന്നെ തയ്യാറാക്കിയ
പ്രത്യേകം തയ്യാറാക്കിയ സമാധി കല്ലറയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുക.